നെയ്യാർ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന ഡിയർ പാർക്കിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ തന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെ 2 ആനകളെ കാണാൻ സാധിക്കും. അതിൽ പിടിയാനയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പിടിയാനയാണ് ഈ കാണുന്നത്. ജയശ്രീ എന്നാണ് ഇവളുടെ പേര്. ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ജയശ്രീ ഹെർപ്പീസ് വൈറസ് എന്ന രോഗവുമായി പൊരുതുന്ന ഒരു ആനയാണ്. വർഷങ്ങളോളം ആന പുനരധിവാസ കേന്ദ്രത്തിലായിരുന്ന ജയശ്രീയെ രോഗബാധയെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. നെയ്യാർ റിസർവോയറിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ 2 ആനകളെ നിർത്തിയിരിക്കുന്നത്. കാപ്പുകാടുള്ള മറ്റ് ആനകൾക്ക് വൈറസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനകളെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നത്. ഇപ്പോൾ എന്തായാലും രോഗം കുറഞ്ഞു വരികയാണ്. ദിവസേന ഒരുപാട് ആളുകൾ ഈ ആനകളെ കാണാനും ഡിയർ പാർക്ക് സന്ദർശിക്കാനും എത്താറുണ്ട്. ഹെർപ്പീസ് വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ EEHVയിൽ ഉൾപ്പെടുന്ന ഹെർപ്പീസ് വൈറസ് പ്രാഥമികമായി കഠിനമായ രക്തസ്രാവ രോഗത്തിന് കാരണമാകുന്നു. കൂടുതലായും യുവ ഏഷ്യൻ ആനകളിൽ മരണനിരക്ക് 85% വരെയാണ്. വലുതായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിലും ഇതിൻ്റെ ചെറിയ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അലസത, വിശപ്പില്ലായ്മ, വയറുവേദന, ഹൃദയമിടിപ്പ് വർധനവ് എന്നിവയൊക്കെയാണ്. എന്നാൽ വൈറസ് ബാധിച്ചവയിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇല്ലാത്ത ആനകളുണ്ട്. ഇവയിൽ രോഗം കണ്ടെത്തുന്നത് ലബോറട്ടറി പരിശോധനയിലൂടെയോ ഇമേജിങ്ങിലൂടെയൊക്കെ ആയിരിക്കും. പുറംകാലുകൊണ്ട് തൊഴിക്കാനും തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കാനുമൊക്കെ തിരിയുന്നത് പുറകെ നിൽക്കുന്ന കുട്ടിയാനയെയാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. 1975 ഏപ്രിൽ 12-നാണ് കോന്നി വനത്തിൽ നിന്നും ജയശ്രീയെ കിട്ടുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം കോന്നി ആനക്കൂട്ടിൽ തന്നെ പരിശീലനവും ആരംഭിച്ചു. അതിഥികൾക്ക് ഹാരമിടൽ, ഗണപതി പൂജ, മൗത്ത് ഓർഗൻ വായന, കാൽപന്ത് കളി, ആന സഫാരി എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടവയായിരുന്നു പരിശീലനം. സുൽത്താൻ ബത്തേരി, ചിതലയം, മുത്തങ്ങ, തേക്കടി എന്നിവിടങ്ങളിൽ വനം വകുപ്പിന് വേണ്ടി ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വനം വകുപ്പിലെ മറ്റാനകളുമായുള്ള സഞ്ചാരത്തിനിടെ ഗർഭിണിയാവുകയും തേക്കടിയിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ ആ ആനക്കുട്ടി ചരിയുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിനൊക്കെ ശേഷം മറ്റ് കുട്ടിയാനകളെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത ജയശ്രീ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കാലുകൊണ്ട് തൊഴിക്കാനും തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പാപ്പാന്മാരല്ലാതെ വേറെ ആരെയും ജയശ്രീ അടുപ്പിക്കാറില്ല. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വൃത്തിരാക്ഷസി എന്നാണ് ജയശ്രീ അറിയപ്പെടുന്നത്. കാരണം തുമ്പിക്കൈ ചെറുതായൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. തുമ്പിക്കൈ ഉയർത്തി വെച്ച് കുളി കഴിഞ്ഞതിന് ശേഷം പൈപ്പിലെ വെള്ളമോ കിണറ്റിലെ വെള്ളമോ കുടിക്കാറാണ് പതിവ്. മറ്റു ആനകളെ പോലെ കുളിപ്പിക്കാൻ ഇറക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുന്ന പതിവ് ശൈലി ജയശ്രീക്കില്ല. സമയത്തുള്ള കുളിയും ആഹാരമൊക്കെ നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്ന ആനകൾക്ക് കിട്ടുന്നുണ്ട്. പാപ്പാന്മാരൊക്കെ നല്ല രീതിയിലാണ് ആനകളെ പരിപാലിക്കുന്നത്. നേരത്തെ കണ്ട 6 വയസ്സുള്ള കണ്ണൻ എന്ന ആനയാണ് ഈ കാണുന്നത്. മൂന്നാർ ചിന്നക്കനാലിൽ നിന്നും വന്ന ആനക്കുട്ടിയാണ്. ഈ ആനക്കുട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. കണ്ണനെയും ജയശ്രീയെയും തൊട്ടടുത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് നെയ്യാർ ഡാം ബോട്ട് സഫാരി പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.